ആ കൊച്ചു കുറെ നേരം കൊണ്ട് നോക്കുന്നുണ്ട് ഇതേപോലെ ബിൽഡ് ചെയ്യാൻ. പാമയുടെ ക്രിയേറ്റിവിറ്റി കണ്ടോ? അല്ല കൊറേ നേരം കൊണ്ട് ശ്രമിക്കുന്നു. കൊറേ പിള്ളേരെ വന്ന് തട്ടിയിടാൻ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. വെറുതെ ഒരു സുഖം. പൊട്ടിപ്പോയി. പെട്ടെന്ന് പിള്ളേരെ ശ്രദ്ധിച്ചോണേ. ഇത് തകർക്കാൻ വേണ്ടി കുറെ പിള്ളേരോടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പാമ അത് പേടിച്ചിട്ടാണ്. ഇതാ ഒരു മഞ്ഞ ഷർട്ടിട്ടൊരു പയ്യനുണ്ട്. അവനിത് എങ്ങനെയെങ്കിലും അടിച്ചുടയ്ക്കണം. അവൻ പലയിടത്തു നിന്നും പോയി ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരിക അല്ലേ പാമ? അവന്റെ ഗ്യാങ്ങിനെ അവൻ കൂട്ടുക. അവനിത് എങ്ങനെയെങ്കിലും തകർക്കണം. മറ്റവന്റെ അടുത്ത് പറഞ്ഞു. അവനെ രാജി അവൻ നേരത്തെ വേറൊരുത്തനെ കൊണ്ടുവന്നു. അവനെ ഞാൻ വരട്ടി ഓടിച്ചു. അപ്പൊ അടുത്ത് വേറൊരുത്തൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ വന്ന് കറങ്ങി നിൽക്കുക. അവൻ വേറെ വികൃതി രാമൻ എന്ന് പറഞ്ഞു. അറബിയാന്ന് തോന്നുന്നു. ഒരു മാച്ചിങ് കൊണ്ട് സൈക്കിൾ ഇരിപ്പുണ്ട്. സൈക്കിൾ അടിച്ചു പോകുന്നു. സൈക്കിളിൽ ഞാൻ ലോക്കിട്ട് വെച്ചു. പെട്ടെന്ന് പോണ്ടേ, തണുക്കുന്നു. നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇനി പോയി വേറെ ഏതെങ്കിലും വള്ളിയെ കൊണ്ടുവരുമോടി പാമ? ആ നമുക്ക് നോക്കാം. അറിയില്ല, കൊറേ നേരമായി പിള്ളേർ. ഒത്തിരി നേരമായി. ഒരു പൊട്ടിയിരിക്കുകയായിരുന്നു. ചില സമയം വരത്തില്ല, ചില സമയം വരും. പാടാ കട്ടിയുള്ള മണ്ണ് എന്നിട്ട് ഇങ്ങനെ തോണ്ടണം. അപ്പൊ ഇതൊരു ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞൊരു ക്യാസലാണ്. അപ്പൊ ഇപ്പൊ ഒരു അത്തം പോലെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഫുള്ള് നമ്മൾ ഇതേപോലത്തെ മണ്ണില്ലേ, ആ മണ്ണ് കൂട്ടിയിടും. അപ്പൊ ക്യാസിൽ പോലെയാണ്. ഇപ്പൊ ഞാനൊരു മതലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പേ നമ്മൾ പോവും. ഈ റൗണ്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഇറങ്ങിക്കൊള്ളാം. നല്ല തണുപ്പ്. ഇതേപോലത്തെ മണ്ണ് ഇവിടുത്തെ വെറുതെ പോയിട്ടോ. പെട്ടെന്ന് ജൽദി ജൽദി. ലാസ്റ്റ് ഇതെല്ലാം കൂടെ പൊട്ടിക്കണം. ഇവിടെ ഇട്ടാ പിള്ളേർ പൊട്ടിക്കണം. കണ്ടല്ല ഞാൻ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിവിടെ ചെയ്യില്ല, നീ അതൊന്നും ചെയ്യില്ല. പിള്ളേരെല്ലാം വളഞ്ഞു പോവാ പെട്ടെന്ന്. ഇല്ല ഒന്നും ചെയ്യില്ല, നീ അതൊന്നും ചെയ്യില്ല. ഇതിലാ മഞ്ഞ ഷർട്ട് ഇട്ടവനാണ് കുഴപ്പം കൂടുതലും. പെട്ടെന്ന് പെട്ടെന്ന് പോയി. എന്നാലും അവൻ ചിലപ്പോ എന്തോ പ്ലാൻ ചെയ്തിട്ട് ഓടി വരും. നീ ജൽദി ജൽദി ചെയ്തിട്ട് ഓടിക്കോ. പൊട്ടിക്കണ്ട, അവര് പൊട്ടിക്കാം. നമുക്ക് മാറിയിക്കാം. അവര് പൊട്ടിക്കും. വേറെ അവര് എന്താ
പാമ ഒന്നും ചെയ്യണ്ട, നീ ഇട്, ഞാൻ അപ്പുറത്ത് വന്നിന്നോളാം. നീ പിള്ളേരൊക്കെ നോക്കുന്നത് എനിക്കെന്താ വട്ടാണ് ഇത്തരം ഇതൊക്കെ ഒരു ടാലന്റാണ്, നമ്മളതിനെ വളർത്തിയെടുക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ഒരു പുല്ലുണ്ട്, ലക്ഷണം കെട്ട പുല്ല് മാറ്റി തൊട്ടടുത്ത് ശ്രമിക്കുന്നുണ്ട്. കുറെ നേരം അവിടെ ഇരിക്കാൻ തുടങ്ങിട്ട്. ഇവിടെ നിന്ന് എന്താ മണ്ണെടുക്കാത്തതെന്ന് വെച്ചാൽ ഇത് സോഫ്റ്റ് മണ്ണ, അത് പറ്റൂല നമുക്ക് ചെയ്യാൻ. വെള്ളം നനയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇവിടെ അടിയിൽ നിന്ന് എടുത്താൽ മതി. കഴിയാറായി, പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചുകൂടി ഉള്ളൂ. മാന്തി എടുക്കണം, പക്ഷെ സുഖം തണുപ്പ് അതുകൊണ്ട് കുഴപ്പമില്ല. ചൂടാണെങ്കിൽ വീർത്ത് വിളിച്ചത് കുഴപ്പമില്ല. പഴയൊരു കഥയുണ്ട്, നാറാണത്ത് ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട്. ആ ഭ്രാന്തൻ ഇതുപോലെ മലയുടെ മുകളിലേക്ക് കല്ലുകൾ ഉരുട്ടി കയറ്റിയിട്ട് താഴേക്ക് ഉരുട്ടി വിട്ടും, എന്നിട്ട് അത് കണ്ട് കൈയൊട്ടി ചിരിക്കും. അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം, എന്താവും നോക്കാം. പെട്ടെന്ന് കൊച്ചിനായ കൺഫ്യൂഷൻ എന്താണ് ഉണ്ടാക്കണേന്ന്. കൊട്ടാരം ഇനി ഒരെണ്ണം കൂടെ രണ്ടെണ്ണം കൂടെ വയ്ക്കാൻ പൂർത്തിയാവും അല്ലേ? രണ്ടെണ്ണം മതി. നോർമൽ മണ്ണില്ലേ ഇതേപോലത്തെ മണ്ണ്, പെട്ടെന്ന് പെട്ടെന്ന് അതെടുത്തിട്ട് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് പൂർത്തിയാവും. അത് മതി, അത് പോട്ടെ, പൊടിഞ്ഞത് അവിടെ ഇരുന്നോ. അത് പോട്ടെ, അത് നിനക്ക് മനസ്സിലാവില്ല അവര് പറയണം. പൂർത്തിയായി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം കുഞ്ഞു മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പൊ നടുക്കൊരു അടുത്തൊരുത്തം വരിക, അത് എത്തിയാണ് നിർത്തുന്നില്ല. ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് കഴിഞ്ഞ നടുക്കൊരു ചെറുത് വെച്ചിട്ട് വേറെ ചെറുത് കഴിഞ്ഞോ? കഴിഞ്ഞ പൂവാടി പോകത്തെ വാപ്പിക്ക് തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇനി വാ, ഇനി അത് ആരെങ്കിലും എടുത്ത് പോവാം. നമ്മളെ ചവിട്ടിപ്പൊട്ടി, ഇനി വേറെ ആരെങ്കിലും ചവിട്ടിപ്പൊട്ടിക്കാൻ നോക്കാം. ഇമാര് കാത്തിരിക്കല്ലേ? നമ്മള് ചവിട്ടിപ്പൊട്ടി വേണ്ടെന്ന്, നമ്മളെ ചവിട്ടി പൊട്ടിക്കണ്ട. കുഞ്ഞു പിള്ളേര് തന്നെ പൊട്ടിച്ചു കഴിഞ്ഞു ദേ ആർ ഹാപ്പി. വളരെ നിമിഷങ്ങൾ കൊണ്ട് നശിപ്പിച്ച് അരമണിക്കൂർ കൊണ്ട് അരയല്ല, ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. 3/4 മണിക്കൂർ കൊണ്ട് ചെയ്തേനെ. ഇപ്പൊ നോക്ക്, നേരത്തെ വെച്ചിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും സമാധാനം, എനിക്ക് സമാധാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്.